പാഠം 771 ദൈവത്തിന്റെ വക പ്രതികാരം. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. സഹദേവ, എന്തൊക്കെയാണ് വിശേഷം? അതെയോ, അത് കൊള്ളാലോ. എന്നിട്ട് മോനോടെ ഉണ്ട്, കൊടുക്കൂ. മോനെ, ഇത് കെ മോഹനേഷ മാമന, വില്ലേജ് ഓഫീസർ. അതെ അതെ, അതൊക്കെ മോന്റെ അച്ഛൻ പറഞ്ഞു. അതെയോ, ഒരു കാര്യം ചെയ്യാം. അടുത്ത ഞായറാഴ്ച ഞാൻ എന്റെ ഭാര്യയും കൂട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. എന്താ മോനൊരു സംശയം? വില്ലേജ് ഓഫീസർ കെ മോഹനേശൻ മാമനൊരു വാക്ക് പറഞ്ഞ വാക്കല്ലേ? ശരി. മോൻ വെറും 11 വയസ്സുള്ളൊരു കുട്ടി. അവന് എന്നോട് ഭയങ്കര ബഹുമാനവും ആരാധനയുമാണ്. 11 വയസ്സല്ലേ ഉള്ളു മോനേട്ടാ. ഇപ്പൊ എന്തായാലും അവനും ഭയങ്കര ബഹുമാനമായിരിക്കും. മുതിർന്നു വരുമ്പോഴല്ലേ സാറിന്റെ ശരിയായിട്ടുള്ള കയ്യിലിരിപ്പ് മോന് മനസ്സിലാവുള്ളൂ. അത് പോട്ടെ, ഇതേതാ കക്ഷി? താലൂക്ക് ഓഫീസിലെ സഹദേവന്റെ മകനാണ്. അവന്റെ സ്കൂൾ വാർഷികത്തിന് ഞാൻ സ്കൂളിൽ പോയി ഒരു പ്രസംഗം നടത്തിയായിരുന്നു. അതിൽ പിന്നെ അവന് എന്നെ പറ്റി പറയാനേ ഉള്ളൂ എന്ന്. സഹദേവന്റെ കൂട്ടുകാരനാണ് ഞാനെന്ന് പറഞ്ഞിട്ട് അവനൊട്ടും വിശ്വസിക്കുന്നേ ഇല്ല. അതുകൊണ്ടാണ് സഹദേവൻ ഫോൺ വിളിച്ചു കൊടുത്തത്. എന്റെ മോന്തലൊരു ഇഷ്ടക്കുറവ് ഞാൻ കാണുന്നുണ്ട്. ഭർത്താവിന് നാട് മുഴുവൻ ആരാധകരുണ്ടെന്ന് അറിയുമ്പോ ഏത് ഭാര്യയ്ക്കും തോന്നുന്ന രോഗമാണ് ഇത്, അസൂയ. മോഹനേട്ടാ, 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആരാധനാപാത്രമായതിന്റെ പേരിലാണോ ഇപ്പോഴത്തെ ഈ വലിയ വർത്താനം? കഷ്ടം തന്നെ. 11 വയസ്സുള്ള കുട്ടി മാത്രമല്ലല്ലോ, ഈ നാട്ടിലെ സകല ആളുകൾക്കും മോഹനേഷ് ബഹുമാനമാണ്. എന്നെ കണ്ട് പഠിക്കാനാണ് അച്ഛനമ്മമാർ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്. വഴിയിൽ വെച്ചും ആഫീസിൽ വെച്ചൊക്കെ കാണുമ്പോൾ ആളുകൾ എന്നോട് ബഹുമാനപൂർവ്വം മാത്രമേ സംസാരിക്കാറുള്ളൂ. ആഫീസ് വരുമ്പോ അങ്ങനെയല്ലേ മോനേട്ടാ സംസാരിക്കാൻ പറ്റൂ? അവർക്ക് അവരുടെ കാര്യം നടക്കണമല്ലോ. നീ എത്രയൊക്കെ പറഞ്ഞാലും ഈ നാട്ടിൽ എന്നെ ബഹുമാനിക്കാത്ത ഒരൊറ്റ ആള് പോലും കാണില്ല, നീ അല്ലാതെ. എന്റെ ബഹുമാനം എനിക്ക് ആവശ്യമില്ല. ഞാൻ തഹസിൽദാരെ വിളിക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഒച്ചുണ്ടാക്കാതെ സ്ഥലം വിടാൻ നോക്ക്. ആരോ വന്നു, ആരാണെന്ന് നോക്ക്. മോഹനേട്ടന്റെ ഫാൻസ് വല്ലതും ആണെങ്കിൽ ഞാൻ എന്താണ് അവരോട് പറയേണ്ടത്? ഞാൻ വളരെ അത്യാവശ്യമായിട്ട് ഫോണിൽ സംസാരിക്കണം പറയേ. ഉത്തരവ് പോലെ പ്രഭു. ബഹുമാനം കൊണ്ടാ. ഇനി എന്റെ മാത്രം ഒരു ബഹുമാനത്തിന് കുറവ് വേണ്ടല്ലോ. ഞാൻ പോയിട്ട് വരാം. നമസ്കാരം വക്കീലെ. നമസ്കാരം. എന്താ ലംബോദരൻ ചേട്ടാ? മോഹനേഷ സാറല്ലേ വക്കീലെ? ഉണ്ട്, ഒരു മിനിറ്റ്. മോനേട്ടാ, ഫോൺ ചെയ്തോണ്ടിരിക്കുക, ഇപ്പൊ വരും. വക്കീലെ, എന്റെ കാര്യം വലിയ കഷ്ടത്തിലാ. വക്കീൽ എന്നെ ഒന്ന് സഹായിക്കണം. എന്താ ഏട്ടാ? ഞാൻ ആ വിനയന്റെ ചായക്കടയ്ക്ക് പുറകിലുള്ള 15 സെന്റ് സ്ഥലം ഒരാഴ്ചക്ക് മുമ്പ് വാങ്ങിയിരുന്നു. സെന്റിന് 1.5 ലക്ഷം രൂപ വെച്ച് കൊടുത്താ വാങ്ങിയത്. ആധാരം രജിസ്റ്റർ ചെയ്തപ്പോ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കാൻ വേണ്ടി വില കുറച്ചു കാണിച്ചു. ആധാരം പോക്കുവരെ അയക്കാനായിട്ട് വില്ലേജ് ചെന്നപ്പോ മോഹനകൃഷ്ണ സാറ് സമ്മതിച്ചില്ല. വില കുറച്ച് കാണിച്ചത് കൊണ്ട് പോക്കുവരവ് ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. വക്കീലെ, സ്ഥലം പോക്കുവരവ് ചെയ്തില്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. മോഹനകൃഷ്ണ സാറിനോട് വക്കീലെന്ന് പറഞ്ഞാൽ സാറ് കേൾക്കും. അതൊന്നും നടക്കാൻ പോണില്ല ചേട്ടാ. ആഫീസ് കാര്യങ്ങൾ ഞാനെന്നല്ല, സാക്ഷാൽ ദൈവം എന്ന് പറഞ്ഞാലും മോഹനേട്ടത് കേൾക്കാൻ പോണില്ല. എന്താണ് സാറേ, എന്റെ സ്ഥലത്തിന്റെ പോക്കുവരവ് അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. അങ്ങനെ പറയരുത് സാർ. ഒരു തെറ്റ് പറ്റിപ്പോയി, സാർ ക്ഷമിക്കണം. സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്ന ഒരു തെറ്റ് ഞാൻ എങ്ങനെ സഹിക്കും ലംബോദരൻ ചേട്ടാ? ഭൂമി പോക്കുവരവ് ചെയ്തു തരുന്ന പ്രശ്നമില്ല. ഉറപ്പാണോ? ഉറപ്പ്. അത് ശരി. എങ്കിൽ പിന്നെ 2 പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. താൻ ആരാണെന്നാ താൻ കരുതിയത്?
തന്റെ വർത്തമാനവും പെരുമാറ്റവും കണ്ട ഈ ലോകത്ത് വേറെ വലിയ ഓഫീസറില്ലെന്ന് തോന്നും. കുറെ നാളായി ക്ഷമിക്കുന്നു. എന്ത് ചെയ്താലും കുറ്റം. താൻ പറയുന്ന പോലെ കേൾക്കാൻ ഞങ്ങൾക്ക് സൗകര്യം ഇല്ലെങ്കിലോ? പൊണ്ടാറടങ്ങാനിട്ട് ഇവിടുന്ന് എന്തെങ്കിലും സ്ഥലം മാറി പോകില്ല. അന്ന് ഞാൻ എന്റെ സ്ഥലം പോക്കുവരെ ജയിച്ചോളാം. എന്നെ പോലുള്ളവരെ കണ്ണീര് കുടിപ്പിച്ചാൽ താൻ അനുഭവിക്കും. നോക്കിക്കോ. നിങ്ങൾ പോ നോക്കൂ. ഞാൻ പോവാ. പക്ഷെ താൻ ഒന്നോർത്തോ വലിയ ഓഫീസറെ, എന്നെ കഷ്ടപ്പെടുത്തിനെ താൻ അനുഭവിക്കും. രാവിലെയും വൈകിട്ട് നടന്നല്ലേ പോകുന്നത്? ഒരുപാട് പാണ്ടി ലോറി വരുന്ന വഴിയാ. ഏതെങ്കിലും ഒരെണ്ണം തന്റെ നെഞ്ചത്തോട് കയറി ഇറങ്ങി പോവും. എന്നോട് ചെയ്ത ദ്രോഹത്തിന് താൻ ഒരാഴ്ചക്കുള്ളിൽ അനുഭവിച്ചിരിക്കും. കൈയും കാലും ഒടിഞ്ഞ് താൻ ആശുപത്രി കിടക്കുമ്പോ തന്നെ കാണാൻ ഞാൻ അവിടെ വരും. ഓ ഒരു വലിയ ഓഫീസർ. അയ്യോ എന്നാടാ കളി. ഓഫീസറെ, നാവ് ഇറങ്ങിപ്പോയോ? ലംബോദരൻ ചേട്ടൻ അത്രയും പറഞ്ഞിട്ട് ഒരക്ഷരം പോലും മിണ്ടാതിരുന്നെന്താ? കുറച്ചു മുന്നേ മോഹനേട്ടൻ എന്താ എന്നോട് പറഞ്ഞത്? മോഹനേട്ടന് ഈ നാട്ടുകാർക്ക് മുഴുവൻ ബഹുമാനമാണ്. മോഹനേട്ടനെ കാണുമ്പോ ഒരു ഓച്ചാനിച്ച് നിൽക്കും. മോഹനേട്ടൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാർക്ക് ഒരു എതിർവാക്കുമില്ല എന്നൊക്കെയല്ലായിരുന്നു. ഇപ്പൊ എന്തായിരുന്നു മോഹനേട്ടൻ ആ കേട്ടത്? അതിപ്പോ അയാളുടെ വാക്കുകളെ കാര്യം ശ്രദ്ധിക്കാനാ? അല്ലേ തന്നെ അയാളെ നാട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല. അതല്ലല്ലോ മോഹനേട്ടൻ ഇവിടുത്തെ കാര്യം. മോഹനേട്ടന്റെ കണക്കനുസരിച്ച് ഞാൻ കള്ളന്മാരുടെയും കൊലപാതകളുടെ ഒക്കെ കേസ് ബാധിക്കുന്ന ഒരു വക്കീല. പറഞ്ഞു വരുമ്പോ അവർക്കാർക്കും മര്യാദ ഒന്നും ഇല്ലതാനും. പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു കേസ് തോറ്റതിന്റെ പേരിൽ ഒരു കക്ഷിയും എന്നെ ഇമ്മാതിരി ചീത്ത വിളിച്ചിട്ടില്ല. ഭ്രാന്തന്മാരങ്ങനെ പലതും ചെയ്യും. ഞാൻ തെറ്റ് ചെയ്തതിന്റെ പേരിലല്ലല്ലോ ലംബോദരൻ ചേട്ടൻ ചൂടായത്. നിയമപ്രകാരം അല്ലാത്തൊരു കാര്യം ചെയ്തു കൊടുക്കാഞ്ഞിട്ടല്ലേ. അങ്ങനെ ഒരു ചീത്തയിടൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെനിക്കറിയാം. അല്ല, മോഹനേട്ടൻ തന്നെ പറഞ്ഞത് വെച്ചാണെങ്കിൽ കൊച്ചു പിള്ളേരാണ് മോഹനേട്ടന്റെ ഫാൻസ്. അവർക്കൊക്കെ മോഹനേട്ടനെ പറ്റി നല്ല അഭിപ്രായം തന്നെയായിരിക്കും. കാരണം കൊച്ചു പിള്ളേരല്ലേ, അവർക്ക് ലോകപരിചയം ഉണ്ടാവില്ലല്ലോ. കൊച്ചു പിള്ളേരെ പറഞ്ഞു പറ്റിക്കാനും എളുപ്പമാണ്. എന്നെ പ്രകോപിപ്പിക്കാനായി നീ ഇങ്ങനെ പലതും പറയും. പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ല. ഈ നാട്ടിലെ ബുദ്ധിയുള്ള ആൾക്കാർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിന്നെ പോലെയും ലംബോദരൻ ചേട്ടനെ പോലുള്ള ആൾക്കാരുടെ വാക്കുകൾ ആര് ശ്രദ്ധിക്കാനാ? എന്താ പ്രാവശ്യം നോക്കുന്നേ? അതൊരു പട്ടിയാ സാറേ. ഞാൻ ഇതുവഴി വരുമ്പോ ഇവിടെ നിൽക്കുമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ എനിക്ക് സംശയം തോന്നി പേപ്പട്ടിയല്ലേ എന്ന്. എന്നെ കണ്ടതും അത് ഒറ്റ ഓട്ടം ഓടി അങ്ങോട്ട്. അങ്ങോട്ടോ? ഞാൻ ഈ കമ്പെടുത്തോടെ പട്ടി ഓടിപ്പോയി. പേപ്പട്ടിയാണെന്ന് ഉറപ്പാ സാറേ. അതിനെ ജീവനോടെ വിട്ടാ പറ്റത്തില്ല. ആരെങ്കിലും അതൊന്ന് കടിക്കും. അനുഭവം നമ്മൾ എന്ത് ചെയ്യാനാ പ്രാവശ്യ? ആ പേപ്പട്ടി നമ്മളെ കടിച്ചാലോ? ഞാനൊന്ന് ആരെങ്കിലും ഒക്കെ കിട്ടുമെന്ന് നോക്കട്ടെ. നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. വളഞ്ഞിട്ട് തല്ലിക്കൊല്ലണം. സാർ ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കേ. ശരി. അനങ്ങുന്നുണ്ടല്ലോ പേപ്പട്ടി. ഈശ്വര, ഇങ്ങോട്ട് ഓട്. റൗഡി ദിവാകരൻ. ഏതവരാണ് മൂത്രം വെച്ചിട്ട് നമുക്ക് എല്ലായിടത്തും അറിഞ്ഞ? അതല്ല,
ദിവാകരൻ എന്നെ കണ്ട നല്ലുറപ്പ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റും. ആരാണോ ചോദിച്ചേ? ദിവാകരൻ നിനക്കൊന്നും അറിയില്ലല്ലേ? ഏതാണ് ദിവാകരനെ കല്ലെറിയാൻ ആർക്കാണ് ധൈര്യം? എന്റെ അമ്മോ. ഓ സാറെന്താണ് ഇതുവഴി? ഇതെവിടെ പോയത്? എന്തേ ഈ സ്ഥലം വിൽക്കാൻ പോണെന്ന് കേശവൻ കൂടി പറഞ്ഞായിരുന്നു. നോക്കാൻ വേണ്ടി അകത്തൊക്കെ ചാടിയതാ. അതിനിത് കേശവൻകുട്ടിയുടെ സ്ഥലമല്ലല്ലോ. കേശവൻകുട്ടിയുടെ സ്ഥലമല്ലേ? പിന്നെ ആരുടെ സ്ഥലമാ? അവന് കേശവൻകുട്ടി ഏത് സ്ഥലത്തിനാണ് എന്നോട് പറഞ്ഞത്? എനിക്കറിഞ്ഞൂടാ. പിന്നെ സാറേ വേറെ തമാശ അറിഞ്ഞ എന്താ? നമ്മുടെ റൗഡി ദിവാകരൻ ആരോ കല്ലെടുത്തെറിഞ്ഞു. ദിവാകരനെയോ? ആര്? എന്തിനാ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ എറിഞ്ഞ ആളിനെ ദിവാകരന് മനസ്സിലായില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അയാൾ ഓടുന്നത് ദിവാകരൻ മിന്നായം പോലെ കണ്ടെന്ന്. ഒരു ചുവന്ന ഷർട്ടിട്ട ആളെന്നാണ് ദിവാകരൻ പറഞ്ഞത്. എന്താ? സാറാണല്ലേ ദിവാകരൻ എറിഞ്ഞത്? ഞാനോ? സത്യം പറ സാറേ, സാറല്ലേ ദിവാകരൻ എറിഞ്ഞത്? എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇനി ഉത്തരവ് ആരോടും പറയണ്ട. ഞാനാണ് എറിഞ്ഞെന്ന് ദിവാകരൻ അറിഞ്ഞ കൊലപാതകം നടക്കും. എന്തായാലും ഈ ഷർട്ടിട്ട് അധികം പുറത്തിറങ്ങി നടക്കണ്ട സാറേ. അവന്റെ കണ്ണിപ്പെട്ടാലേ പ്രശ്നമാണ്. ഇന്ന് ഒരു ദിവസം സാറ് വില്ലേജ് തന്നെ ഇരുന്നാ മതി. അതിന് എനിക്ക് താലൂക്ക് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. സാറേ ഞാൻ കാര്യമായിട്ട് പറയാണ്, ദിവാറിന്റെ കൺമുമ്പിൽ ചെന്ന് പെട്ട താലൂക്ക് ഓഫീസിൽ പോകുന്ന സാറ് എത്തുന്നതേ താലൂക്ക് ആശുപത്രിയിലായിരിക്കും. സാറേ അവൻ ഭയങ്കര റൗഡിയാണെന്ന്. അയ്യോ തീർന്നില്ല പ്രഭേ. ഉച്ച വരെ ഇരുന്ന് മെനക്കെട്ട് എഴുതിയ തീരുമായിരിക്കും. പക്ഷെ രാവിലെ എങ്ങാനും താലൂക്ക് ഓഫീസിൽ പോണെന്ന് മോഹനേഷ് സാർ പറഞ്ഞാ കൊടിഞ്ഞത് എന്നെയാ. അങ്ങനെയാണെങ്കിൽ കുടുങ്ങിയെന്ന് തന്നെ കൂട്ടിക്കോ കാഞ്ചന സാറേ. രാവിലെ 11:30 താലൂക്ക് ഓഫീസിൽ ചെല്ലാന്ന് മോഹന സാറ് ഫോൺ ചെയ്ത് പറയുന്നത് ഞാൻ കേട്ടതാ. ആള് സാറായതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് വഴക്കിയിട്ട് ഒരു വഴിക്കായത് എന്നെയാ. ഇന്നലെ വീട്ടിൽ കൊണ്ടുവച്ച് എഴുതാന്ന് കരുതി കൊണ്ടുപോയതാ ശിശുപാലൻ ചേട്ടാ. പക്ഷെ വീട്ടിൽ ചെന്നപ്പോ പ്രഹ്ലാദൻ ചേട്ടൻ പറഞ്ഞു ഒരു സിനിമയ്ക്ക് പോവാന്ന്. വല്ലപ്പോഴും കിട്ടുന്ന അവസരമല്ലെന്ന് കരുതി ഞാൻ അതങ്ങ് സമ്മതിച്ചു. സിനിമ കഴിഞ്ഞു വന്നപ്പോ മണി 10 പിന്നെ എഴുതാനൊന്നും പോവാതെ ഞാനങ്ങ് ഉറങ്ങി. അപ്പൊ സിനിമ ഒരെണ്ണം കണ്ടല്ലോ. മോഹനേഷ സാറിന്റെ വഴക്ക് കേൾക്കുമ്പോഴേ സിനിമയുടെ കഥ ഓർത്തോണ്ട് കൈയും കെട്ടി അങ്ങ് നിന്നാ മതിയല്ലോ. ശിശുപാല, എനിക്ക് ഇത് കുറച്ചധികം ജോലിയുണ്ട്. അതുകൊണ്ട് ആര് വന്നാലും എന്റെ മുറിയിലേക്ക് കടത്തിവിടണ്ട. അതെന്ത് ജോലിയാ സാർ? എനിക്ക് അങ്ങനെ ഒരുപാട് ജോലി ഉണ്ടാവും. അത് ശിശുപാലനോട് പറയാൻ പറ്റുമോ? വളരെ ശ്രദ്ധയും ഏകാഗ്രതയും വേണ്ട ജോലിയാ. അതുകൊണ്ട് ആരെയും അകത്ത് കയറ്റി വിടരുത്. അപ്പോ വരുന്നവരോട് എന്താ സാർ പറയണ്ടേ? ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. നാളെയോ മറ്റന്നാളോ അല്ലെ അതിന്റെ പിറ്റേന്ന് വരുമെന്ന് പറഞ്ഞാൽ മതി. അല്ല എവിടെ പോയെന്നാ പറയണ്ടേ? എവിടെയെങ്കിലും പോയെന്ന് പറയാ. പോകുന്ന സ്ഥലത്താണോ പറഞ്ഞ? ഒരു കാര്യം ചെയ്യ്, ഞാൻ തിരുവനന്തപുരത്ത് പോയെന്ന് പറഞ്ഞാൽ സാർ. എന്താ? അല്ല ഇന്ന് താലൂക്ക് ഓഫീസിൽ പോകുന്ന കാര്യം സാറ് പറഞ്ഞിരുന്നു.
അതെപ്പോഴാ? ഇത് താലൂക്ക് ഓഫീസിൽ പോകുന്നില്ല. അതെന്താ? താലൂക്ക് ഓഫീസ് അവിടെ ഉണ്ടല്ലോ. താലൂക്ക് ഓഫീസ് നാളെ പോവാല്ലോ. ഇന്ന് തീരെ സമയമില്ല. ഓ, എന്റെ ഷർട്ട് മാത്രം നിറം കാണാൻ. ഈശ്വരാ, രക്ഷപ്പെട്ടു. എന്റെ ശിശുപാലൻ ചേട്ടാ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇനിയിപ്പോ ഈ റിപ്പോർട്ട് നാളെ എഴുതി തീർത്താ മതിയല്ലോ. രക്ഷപ്പെട്ടു. എന്നാലും അതെന്ത് ജോലിയാ ശിശുപാലൻ ചേട്ടാ? ഇത്രക്ക് ഏകാഗ്രത വേണ്ട ജോലി. പ്രൊഫസറിന് അങ്ങ് നേരിട്ട് ചോദിച്ചൂടായിരുന്നു? എന്ത് ജോലി ആയാലും വേണ്ടില്ല, ഞാൻ രക്ഷപ്പെട്ടു. സാർ, ഞാൻ മോഹനകൃഷ്ണ. ഞാൻ ഇന്ന് താലൂക്ക് ഓഫീസിലേക്ക് വരണമെന്നുണ്ടോ? വേറൊന്നുമല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന ഒരു വലിയൊരു അപകടം പറ്റി, ചെറുത്. വേറൊന്നുമല്ല, ആരോ എറിഞ്ഞൊരു കല്ല് എന്റെ തഞ്ചിലല്ല നെഞ്ചിൽ തലയിൽ കൊണ്ടു. അങ്ങനെ വലിയ മുറിവൊന്നുമില്ല. പക്ഷെ ഈ ഓഫീസിൽ നിന്ന് പുറത്തിറക്കുന്ന കുറച്ച് കഷ്ടം. അല്ല, നല്ല വെയിലാണല്ലോ. ഈ വെയിൽ കൊണ്ടാ ഈ മുറിവ് കുറച്ച് കരിയാൻ കുറച്ച് താമസം എടുക്കും. നാളെ ഉറപ്പായിട്ട് ഞാൻ എത്തിക്കോളാം. രാവിലെ തന്നെ വന്നോളാം. ശരി സാർ. ഈശ്വര, ദിവാകരൻ എന്നെ തിരിച്ചറിഞ്ഞു കാണുമെന്തോ. ഈശ്വര. എന്തുപറ്റി? അവരുടെ കുറച്ച് നേരത്തെ ആണല്ലോ. ഓഫീസ് നേരത്തെ ഇറങ്ങിയോ? ഇല്ല, ഞാൻ എല്ലാ ദിവസവും ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് ഇറങ്ങിയത്. പക്ഷെ കുറച്ച് വേഗത്തിൽ നടന്നുകൊണ്ട് വേഗത്തിൽ എത്തിയിട്ടുണ്ടാവും. അതെന്തിനാണ് വേഗത്തിലോട്ട് നടത്താം? ഇന്ന് എനിക്ക് കുറച്ച് വേഗത്തിൽ നടക്കണമെന്ന് തോന്നി, വേഗത്തിൽ നടന്നു. അതിനെന്താ കുഴപ്പം? അതാരാ ഈ നേരത്തെ? ആരാണ്? നീ പോയി നോക്കിയാ മതി. പിന്നെ എന്നെ കാണാൻ ഒരു ദിവാകരൻ ചിലപ്പോ വരും. ഈ ദിവാകരനാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. ഈ ദിവാകരനെ ഒരു ശല്യക്കാരനാ. വെറുതെ അവരോട് സംസാരിച്ച സമയങ്ങളിൽ എന്തിനാ? ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. ചെല്ല്. ഈശ്വര, ഇത് കണ്ടിട്ടിനി രാവിലെ ഇവിടെ പോയപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഒന്നും പറയണ്ട വക്കീലെ. മോഹനകൃഷ്ണ സാറിനോട് രാവിലെ മോശമായി സംസാരിച്ചതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയായത്. സാറിന് ആശുപത്രി കിടത്തുന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ ആശുപത്രി കിടക്കേണ്ടി വന്നു വക്കീലെ. എന്താ ലംബോരൻ ചേട്ടാ, എന്താ ഉണ്ടായത്? സാർ എന്നോട് ക്ഷമിക്കണം. ഞാൻ രാവിലെ സാറിനോട് അനാവശ്യം പറഞ്ഞതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. എന്റെ രണ്ട് കൈയും ആ സാമുദ്രോഗി പിടിച്ചോടിച്ചു. ആ റൗഡി ദിവാകരൻ. എന്താ ലംബോരൻ ചേട്ടാ കാര്യം? അതൊന്നും എനിക്കറിയില്ല വക്കീല്. രാവിലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട എന്നൊരു ചായയും കുടിച്ച് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതും ദിവാകരൻ ദാ നിൽക്കുന്നു മുമ്പില്. എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുമ്പ് അടി വീണു. ഒരു കാര്യമില്ലാതെ അടിക്കൂ? സത്യമായിട്ടും കാര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല വക്കീലെ. ഇതുവരെ ഞാനും ദിവാകരനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇട്ടിരുന്ന ഷർട്ട് അവൻ വലിച്ചു കീറി. ചുവന്ന ഷർട്ടുമിട്ട് ഇങ്ങനെ നടന്ന ഞാൻ കണ്ടുപിടിക്കില്ലടാ എന്ന് പറഞ്ഞൊരടി. ചുവന്ന ഷർട്ടോ? അതേ വക്കീലെ, എന്റെ അരയിലുണ്ട്. ഞാൻ ചുവന്ന ഷർട്ടാണല്ലോ ഇട്ടിരുന്നത്. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ അമ്മേ. പശുവിനും കാളയ്ക്കൊക്കെ ചുവപ്പിനോട് ഇഷ്ടക്കുറവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്.
മനുഷ്യന് ചുവപ്പിനോട് ഇഷ്ടക്കുറവുണ്ടെന്ന് ആദ്യമായിട്ടാ കാണുന്നത്. അയ്യോ, ഒക്കെ എന്റെ വിധി. സാറിനെ പോലുള്ള നല്ല മനുഷ്യനെ ചീത്ത വിളിച്ചപ്പോ ഞാൻ ആലോചിക്കണമായിരുന്നു. സാർ എന്തോ? എവിടെ എന്നോട് ക്ഷമിക്കണം സാർ. ക്ഷമിച്ചു. അപ്പൊ ഞാൻ വരട്ടെ. അയ്യോ, ഇനി എന്തിനു കൊള്ളായോ. റൗഡി ദിവാകരൻ, ചുവന്ന ഷർട്ട്. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ മോനട്ടാ. എന്ത് സംഭവിക്കാൻ? കോളിമ്പല് കേട്ടപ്പോ മോഹനട്ടൻ എന്നോട് പറഞ്ഞു, ആരാണ് എന്ന് പോയി നോക്ക്, ദിവാകരനാണെങ്കിൽ ഞാൻ ആപ്പീസിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞേക്കാൻ. അതായത് ദിവാകരനുമായിട്ട് മോഹനട്ടന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. പിന്നെ ചുവന്ന ഷർട്ടും. മോഹനട്ടൻ ഇന്ന് ഇവിടെ ഇട്ടുകൊണ്ട് പോയതൊരു ചുവന്ന ഷർട്ടാണ്. ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ ഷർട്ടും ഇല്ല. എന്താ സംഭവം എന്ന് പറ മോഹനട്ടാ. അതിനെ പറയാണെങ്കിൽ ഒരുപാടുണ്ട്, ഒരു വലിയ കഥയാ, പിന്നെ പറയാം. മോഹനേട്ടന് കിട്ടാനുള്ള ഇടിയാണ് ലംബോദരൻ ചേട്ടന് കിട്ടിയെന്നുള്ള കാര്യത്തില് തർക്കമൊന്നുമില്ലല്ലോ. ഇല്ല. പിന്നെ ഈ ലംബോദരൻ ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ ദൈവം ശിക്ഷിച്ചാണെന്ന്. രാവിലെ എന്നെ എന്തുമാത്രം ചീത്തയാ ലംബോദരൻ ചേട്ടൻ വിളിച്ചത്. അപ്പൊ പിന്നെ ഇങ്ങനെ പറ്റിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ ഇതിപ്പോ ആരോടും പറയാനൊന്നും പോണ്ട, എല്ലാം തീർന്നല്ലോ. മോഹനകൃഷ്ണന് പറ്റിയ തെറ്റിന് പാവം ലംബോദരൻ ശിക്ഷിക്കപ്പെട്ടു എന്നോ, മോഹനകൃഷ്ണനെ പുലഭ്യം പറഞ്ഞതിന് ലംബോദരനെ ദൈവം ശിക്ഷിച്ചു എന്നോ നമ്മുടെ സൗകര്യം പോലെ സംഭവത്തെ വ്യാഖ്യാനിക്കാം. വില്ലേജ് ഓഫീസർക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് തടി കേടാകാതെ രക്ഷപ്പെട്ടു എന്ന് കുറെ കൂടി ലളിതമായ വ്യാഖ്യാനം നടത്തി ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു. ഒറ്റ നോട്ടത്തിൽ മഹാദുഷ്ടന്മാരാണ് എന്ന് തോന്നുന്ന ഭർത്താക്കന്മാരുണ്ട്. നീ എന്തൊക്കെ പറഞ്ഞാലും ഫോൺ എടുത്ത് ആവശ്യമില്ലാതെ അധിക നേരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ശരിയല്ല. ഉള്ളിന്റെ ഉള്ളിൽ ഇവർ പഞ്ചപാവങ്ങളായിരിക്കും. മോഹനേട്ടാ, ഭാര്യയ്ക്ക് പേരും പ്രശസ്തിയും ഉണ്ടാവുന്നത് കണ്ട് അസൂയപ്പെടുന്ന ഒരുപാട് ഭർത്താക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവരൊന്നും മോഹനേട്ടൻ അത്രയും വരികയേയില്ല. ഒരു പാവം ഭർത്താവിന്റെ കഥ.